ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് യോഗട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വെറും 2 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സും മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. യോഗട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കട്ടി തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ കട്ടിയില്ലാത്ത തൈരും യൂസ് ചെയ്യൊക്കെ ചെയ്യാം, എന്നാൽ കട്ടി തൈരാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അതും പുളി കുറഞ്ഞ തൈര് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എന്നിട്ട് ഈ തൈര് ഇതുപോലെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ട് ക്രീമി ആക്കി എടുക്കുക കേട്ടോ. സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വിസ്ക് ഉപയോഗിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ക്രീമി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, ഇത് നല്ലപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫ്രൂട്ട്സിൻ്റെ പൾപ്പ് റെഡിയാക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ പൈനാപ്പിളിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. സ്ട്രോബെറി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൾപ്പാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടോ, നമ്മുടെ പൈനാപ്പിൾ പൾപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മളിപ്പോൾ ക്രീമി ആക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് മാറ്റാം. ഇതിലേക്ക് നമ്മൾ എടുത്ത ഫ്രൂട്ട്സിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ പൈനാപ്പിൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ പൈനാപ്പിൾ യോഗട്ടും അതുപോലെ പപ്പായ കൊണ്ട് യോഗട്ടും ഉണ്ടാക്കുകയാണെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. പൈനാപ്പിളും പപ്പായയും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ കയ്പ്പ് രസമായിട്ട് വരും. അതുപോലെ ഓറഞ്ച്, അതൊക്കെ ഒരു കയ്പ്പ് രസമായിട്ട് മാറും. അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്ത ഉടനെ തന്നെ കഴിക്കാനേ പറ്റുള്ളൂ, സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റൂല. പിന്നെ സ്ട്രോബെറി, മാംഗോ അതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളടുത്ത് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.